നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്റെ 5 വിദേശ രാജ്യങ്ങളുടെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിലും പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയുടെ സൗഹൃദം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഈ വിദേശ സന്ദർശനങ്ങളെല്ലാം തന്നെ. പല രാജ്യങ്ങളുമായിട്ട് പല കരാറുകളിലും ഇന്ത്യ ഏർപ്പെട്ടു എന്നുള്ളതും ഇന്ത്യയുടെ വികസന മുദ്രയിൽ മറ്റൊരു അടയാളം കൂടി ചാർത്തുകയാണ്. ഏതായാലും അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം ഉടൻ തന്നെ എല്ലാ കേന്ദ്രമന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അത് എന്തിനാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം തിരിച്ചെത്തി ഉടൻ തന്നെ കേന്ദ്ര മന്ത്രിസഭയുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിലെ സേവാ തീർത്ത് ഹാളിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എല്ലാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരോടും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരോടും സംസ്ഥാന ചുമതലയുള്ള മന്ത്രിമാരോടും തലസ്ഥാന നഗരിയിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു വിപുലമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. യോഗത്തിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള സംസ്ഥാന മന്ത്രിമാർ, മറ്റ് സഹമന്ത്രിമാർ എന്നിവരെല്ലാം തന്നെ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളുടെ പ്രവർത്തനം, മുൻപ് കൈക്കൊണ്ട പ്രധാന തീരുമാനങ്ങളും അവയുടെ ഫലങ്ങളും, ഭാവി പദ്ധതികൾ തുടങ്ങിയവ യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും. 5 വിദേശ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഒടുവിൽ ഇറ്റലിയിൽ നിന്നും മടങ്ങിയെത്തിയ ഉടൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിർണായക യോഗം വിളിച്ചു ചേർത്തതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധപ്രതിസന്ധികൾക്കിടയിൽ നടക്കുന്ന ഈ യോഗത്തെ രാജ്യം മുഴുവൻ അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്. മന്ത്രാലയങ്ങളുടെ പ്രവർത്തന വിലയിരുത്തലിനൊപ്പം രാജ്യം നേരിടുന്ന നിലവിലെ സാമ്പത്തിക വെല്ലുവിളികളും ചർച്ചയാകുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ ഇന്ന് നടത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് ഇന്നത്തെ യോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നെല്ലാവരും നോക്കുന്നത്. US-ഉം ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധവും അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളുമാണ് യോഗത്തിലെ പ്രധാന അജണ്ടയെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ആഗോള വിപണിയിലെ എണ്ണവില വർധനവ്, ഇന്ധന വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങൾ, വിപണിയിലെ പണപ്പെരുപ്പം എന്നിവയെല്ലാം സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ പ്രതിസന്ധി നേരിടാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അമിത്ഷാ, നിർമ്മല സീതാരാമൻ, ഹർദീപ് സിംഗ് പുരി എന്നിവരടങ്ങുന്ന ഒരു ഉയർന്ന തലത്തിലുള്ള പ്രത്യേക മന്ത്രിതല സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് ആവശ്യത്തിന് അസംസ്കൃത എണ്ണ LPG ശേഖരമുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര സാഹചര്യവും പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തും. ഈ യോഗത്തിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ജൂൺ 10 നിലവിലെ മോദി 3.0 സർക്കാർ, അതായത് 3ാമത്തെ മോദി സർക്കാർ തങ്ങളുടെ 1ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനു മുന്നോടിയായി കേന്ദ്ര മന്ത്രിസഭയിൽ വലിയൊരു അഴിച്ചുപണിയും വിപുലീകരണവും ഉണ്ടായേക്കുമെന്ന ശക്തമായ സൂചനകളും നിലനിൽക്കുന്നുണ്ട്. വിവിധ മന്ത്രാലയങ്ങളുടെ കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തന മികവ് വിലയിരുത്തിക്കൊണ്ട് ജൂൺ 2ാം വാരത്തോടെ പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്താനും ചിലരുടെ വകുപ്പുകൾ മാറ്റാനുമുള്ള അണിയറ നീക്കങ്ങൾ സജീവമാണ്. ഇന്നത്തെ യോഗത്തോടെ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള ഈ സുപ്രധാന യോഗം വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ന്യൂഡൽഹിയിലെ സേവാ തീർത്ത് സമുച്ചയത്തിൽ വെച്ച് നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങളുടെ വളരെ നിർണായകമായ ഒരു ഇടക്കാല അവലോകനമായാണ് ഈ യോഗത്തെ വിലയിരുത്തുന്നത്. എല്ലാ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ഇതിൽ നിർബന്ധമായും പങ്കെടുക്കും. ഈ യോഗത്തിൽ വിവിധ മന്ത്രാലയങ്ങളുടെയും വ്യത്യസ്ത വകുപ്പുകളുടെയും പ്രവർത്തന മികവും പ്രത്യേകം വിലയിരുത്തും. ഇതിനു പുറമെ സമീപകാലത്ത് സർക്കാർ കൈക്കൊണ്ട പ്രമുഖ തീരുമാനങ്ങളുടെ പുരോഗതിയും അവ പൊതുജനങ്ങളിലേക്ക് എങ്ങനെ എത്തിയെന്നതും ചർച്ച ചെയ്യപ്പെടും. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളും വികസന പരിപാടികളും കൂടുതൽ ഫലപ്രദമായി എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ മാർഗരേഖയും യോഗത്തിൽ രൂപീകരിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ലോകമെമ്പാടും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത്. അതിനാൽ തന്നെ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി യോഗത്തിൽ പരാമർശിച്ചേക്കും.
അന്താരാഷ്ട്ര പ്രതിസന്ധികൾ കാരണം രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങൾക്കും അദ്ദേഹം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഊർജം, കൃഷി, രാസവളം, വ്യോമയാനം, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ തന്ത്രപ്രധാനമായ വകുപ്പുകൾക്ക് പ്രധാനമന്ത്രി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയേക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച ഉടൻ തന്നെ യുദ്ധബാധിത പ്രദേശങ്ങളിലുള്ള പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും വിപണിയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനും പ്രധാനമന്ത്രി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പൊതുജനങ്ങൾക്ക് പരമാവധി ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള ഭരണ പരിഷ്കരണങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മോദി സർക്കാർ 3.0 ഭരണകൂടത്തിന്റെ മന്ത്രിസഭയിൽ വരാനിരിക്കുന്ന വലിയ ഒരു മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. ഈ പൂർണ്ണ മന്ത്രിതല യോഗം നടക്കുന്നത് വരുന്ന ജൂൺ മാസത്തിന്റെ 2ാം വാരത്തിൽ മോദി ക്യാബിനറ്റിൽ വലിയ മാറ്റങ്ങളും വിപുലീകരണങ്ങളും ഉണ്ടായേക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ 2024 ജൂൺ 10-നായിരുന്നു 3ാം മോദി സർക്കാർ അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ 3ാം വട്ട സർക്കാരിന്റെ 2ാം വാർഷികം അടുത്തു വരുന്ന സാഹചര്യത്തിൽ പ്രധാന ക്ഷേമ പദ്ധതികളുടെയും നിലവിലുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളുടെയും കൃത്യമായ അവസ്ഥ വിലയിരുത്താൻ സർക്കാർ ഈ യോഗം വിനിയോഗിക്കും. സാധാരണയായി പ്രധാനമന്ത്രി ഇത്തരം പൂർണ്ണ മന്ത്രിതല യോഗങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണപരമായ മുൻഗണനകൾ നിശ്ചയിക്കാനും മന്ത്രാലയങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങൾ നൽകാനും വരും മാസങ്ങളിലേക്കുള്ള രാഷ്ട്രീയവും ഭരണപരവുമായ തന്ത്രങ്ങൾ രൂപീകരിക്കാനുമാണ്. ഈ യോഗത്തിന് ശേഷം സർക്കാർ കൈക്കൊള്ളുന്ന അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്ന് രാജ്യം കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. രാജ്യാന്തര നയതന്ത്ര വേദികളിൽ അപൂർവവും രസകരവുമായ നിമിഷങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ ഈ 5 ദിവസത്തെ പല രാജ്യങ്ങളിലുള്ള സന്ദർശനങ്ങൾ വഹിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇറ്റലിയിലാണ് എത്തിയത്. ഇറ്റാലിയൻ തലസ്ഥാനമായ റോം ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറ്റലി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിക്ക് നൽകിയ ഒരു പ്രത്യേക സമ്മാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട മിഠായിയായ മെലനി ടോഫിയുടെ ഒരു പാക്കറ്റാണ് പ്രധാനമന്ത്രി മോദി മെലോനിക്ക് സമ്മാനമായി നൽകിയത്. ഇരുവരുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന മെലോഡി എന്ന വൈറൽ ഹാഷ്ടാഗിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ഈ സർപ്രൈസ് സമ്മാനം. ജോർജിയ മെലോനി തന്നെയാണ് പ്രധാനമന്ത്രി മോദിയിൽ നിന്നും സമ്മാനം സ്വീകരിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. നിമിഷങ്ങൾക്കകം തന്നെ ഈ വീഡിയോ ഇന്റർനെറ്റിലും വൈറലായി. വീഡിയോയിൽ പ്രധാനമന്ത്രി മോദി ഇന്ത്യയിൽ നിന്ന് തനിക്കായി വളരെ സവിശേഷമായ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുള്ളത് മെലോനി പുഞ്ചിരിയോടെ പറയുന്നത് കേൾക്കാം. തൊട്ടു പിന്നാലെ കയ്യിലുണ്ടായിരുന്ന മെലഡി ടോഫിയുടെ പാക്കറ്റ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെലോഡി എന്ന് പറയുന്നതും വീഡിയോയിലുണ്ട്. നയതന്ത്ര ചർച്ചകളുടെ ഗൗരവമേറിയ അന്തരീക്ഷത്തിനിടയിലും ഇരു നേതാക്കളും പുലർത്തുന്ന ഊഷ്മളമായ സൗഹൃദത്തിന്റെ തെളിവായി ഈ വീഡിയോ മാറി. പാർലെ കമ്പനി പുറത്തിറക്കിയ വളരെ ജനപ്രിയ ചോക്ലേറ്റ് ടോഫിയാണ് മെലോഡി. കാരമലിന്റെ പുറഭാഗവും ഉള്ളിൽ കട്ടിയുള്ള ചോക്ലേറ്റ് ഫില്ലിങ്ങുമാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. മെലോഡി ഇത്തിരി ചോക്ലേറ്റ് ക്യൂ എന്ന പരസ്യവാചകത്തിലൂടെ ഏറെ ശ്രദ്ധേയമായ മിഠായിയാണിത്. ചെറിയ പാക്കറ്റുകളിൽ 138 എണ്ണം ഗ്രാമിന് 50 രൂപയാണ് വില. 391 ഗ്രാമിന്റെ പാക്കറ്റിന് ഏകദേശം 80 മുതൽ 100 രൂപ വരെയാണ് സാധാരണ വില. 100 എണ്ണം അടങ്ങിയ വലിയ പാക്കറ്റുകൾക്കും ഓൺലൈൻ സൈറ്റുകളിൽ 100 മുതൽ 299 രൂപ വരെ വാങ്ങുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ, അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയയിലുള്ളവർ തരികയാണ് ഈ ഒരു ചോക്ലേറ്റിനെ കുറിച്ച്. ആ വീഡിയോയും ആ സന്ദർശനവും ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്.